നമ്മൾ ഈ ആറ്റിങ്ങൽ മണ്ഡലം വളരെ നിർണായകമാണ്. കാരണം ആറ്റിങ്ങലാണ് ഇത്തവണ സാധ്യതയായി ഇടതുമുന്നണി പ്രധാനമായി കാണുന്ന ഒരു മണ്ഡലങ്ങളിലൊന്ന്. പഴയ ഇടതു കോട്ടയാണ്. പക്ഷേ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് അട്ടിമറിച്ച് വിജയം നേടിയ ഇടമാണ്. ഇത്തവണ അവിടെ വെല്ലുവിളി ഉണ്ടായിരുന്നു എന്ന കാര്യം കോൺഗ്രസും സമ്മതിക്കുന്നു. നിരവധി ഫാക്ടറുകൾ അവിടെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ അവിടെ BJPയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇത്തവണ വി മുരളീധരനും വലിയ രീതിയിൽ വോട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്താണ് ആറ്റിങ്ങൽ ഘടകമായി കഴിഞ്ഞത്? CPM എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നു? കോൺഗ്രസ് എന്തുകൊണ്ട് അവിടെ വെല്ലുവിളിയും നേരിടുമെന്ന് കരുതുന്നു? നമുക്ക് പരിശോധിക്കാം ആറ്റിങ്ങലിന്റെ രാഷ്ട്രീയം. BV വിനോദ് ഉണ്ട് നമുക്കൊപ്പം. വിനോദ്, ആറ്റിങ്ങൽ പൊതുവിൽ ആറ്റിങ്ങലെ സാഹചര്യം നോക്കുമ്പോൾ അവിടെ ഇത്തവണ ഇടതുമുന്നണിക്ക് തിരിച്ചു വരാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ അവർ ഇറക്കിയത്. അവിടെയാണ് വി ജോയി വരുന്നതും സാഹചര്യങ്ങളും. പക്ഷേ അടൂർ പ്രകാശ് തൻ്റെ ഒരു ഇടപെടൽ അവസാന നിമിഷവും കൊണ്ട് മറികടക്കാമെന്നാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ഒരു തിരിച്ചടി കാണുന്നതിന് കാരണം വിനോദ്? സൈത്ത്, പോളിംഗ് പൂർത്തിയായി ദിവസങ്ങൾ കഴിയുമ്പോഴും കണക്കുകൂട്ടലുകൾ തുടരുകയാണ്. ഇത് ആർക്കൊപ്പമാകും മണ്ഡലം എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. മുന്നണികൾ ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും കുറഞ്ഞ പോളിംഗ് ശതമാനം, അതായത് 74.4 എന്ന 2019 പോളിംഗ് ശതമാനത്തിൽ നിന്നാണ് 68 എന്ന ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് പൊതുവിലുണ്ടായ ഒരു കുറവുണ്ട്. അത് ആറ്റിങ്ങലിലും സംഭവിച്ചു. ഇത് ആരെ തുണയ്ക്കും, ആരുടെ വോട്ടുകളെ ബാധിക്കും തുടങ്ങിയ ചർച്ചകൾ, അവിടെയാണ് ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. സൈത്ത്, ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞു. 4 മണ്ഡലങ്ങളിലെങ്കിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഒരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. ഇടത് കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലമായിരുന്നു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളാകട്ടെ അസംബ്ലി തിരഞ്ഞെടുപ്പാകട്ടെ വലിയ തോതിൽ പരമ്പരാഗതമായി ഇടതു മുന്നണിയെ പിന്തുണച്ചിരുന്ന ഒരു ഇടമാണ് ആറ്റിങ്ങൽ. അവിടെ നിന്നാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് അതിനൊരു മാറ്റമുണ്ടാക്കിയത്. വലിയ തോതിൽ കോൺഗ്രസിൻ്റെ വിജയം 19 സീറ്റുകളിലേക്ക് UDF വിജയിച്ച് കയറിയപ്പോൾ ഏതാണ്ട് 37,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെയാണ് ഒരു മാറ്റം LDF ആഗ്രഹിച്ചത്. അതിന് CPM കണ്ടെത്തിയ ഏറ്റവും വലിയ തുറുപ്പുചീട്ടെന്നത് ബി ജോയിയാണ്. ബി ജോയി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് എത്തുന്നത്. മാത്രവുമല്ല MLA ആണ്, വർക്കല MLA ആണ്. അവിടെ നിന്ന് ബി ജോയി എത്തുമ്പോൾ തങ്ങളുടെ ഉരുക്ക് കോട്ട തിരികെ പിടിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF. അപ്പോഴും ഈ അവസാനവട്ട കണക്കുകൾ, ഇതിൻ്റെ ഈ കൂട്ടിക്കിഴിക്കലുകൾ നടക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് മണ്ഡലം മാറും എന്നതിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അടൂർ പ്രകാശ് ഒരു തവണ കൂടി വിജയിക്കുമോ? ബി ജോയിക്ക് മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ഇതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ ഒരു ഫാക്ടറായി നിൽക്കുന്ന വി മുരളീധരൻ, കേന്ദ്രമന്ത്രി എന്ന ഏറ്റവും വലിയ പ്രതിച്ഛായയോടുകൂടി അദ്ദേഹം വരുന്നു. നീണ്ട ഒരു വർഷങ്ങളുടെ തന്നെ പ്രവർത്തനം ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് നടത്തുന്നു. അതിന് BJPയെ പ്രേരിപ്പിച്ചത് നേരത്തെ ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയ വോട്ടുകൾ തന്നെയാണ്. 2,48,000 എന്ന വലിയ വോട്ടിൻ്റെ ഒരു നേട്ടം, അത് 90,000 വോട്ടുകളിൽ നിന്നാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ 2,48,000 എന്ന ഒരു ഫിഗറിലേക്ക് ഈ സംഖ്യ കൊണ്ട് എത്തിക്കുന്നത്. അവിടെ നിന്ന് വിജയത്തിലേക്കുള്ളൊരു യാത്ര, അതായത് അത് BJPയെ സംബന്ധിച്ച് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക. 3 ഈഴവ സ്ഥാനാർത്ഥികളാണ്, ഈഴവർ കൂടുതൽ, ആ സമുദായാംഗങ്ങൾ കൂടുതലുള്ള മണ്ഡലം. അവിടെ നിന്ന് തന്നെ പട്ടികജാതി പട്ടികവർഗ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, നായർ വോട്ടുകൾ, ഇതെല്ലാം തന്നെ ഇതിൽ BJP ആ നിലയ്ക്കുള്ള അവർക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പരമാവധി സമാഹരിച്ചുകൊണ്ട് ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ആറ്റിങ്ങലിൽ വിജയിക്കാമെന്ന ഒരു കണക്കുകൂട്ടൽ. പക്ഷേ സഹിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP നേതാക്കളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ആ നിലയ്ക്കുള്ളൊരു കണക്ക് പറയുന്നില്ല. തിരുവനന്തപുരം, തൃശ്ശൂർ നമുക്കറിയാം, നേരത്തെ തന്നെ A+ മണ്ഡലങ്ങളായി പറഞ്ഞിരുന്ന മണ്ഡലങ്ങൾ, അവിടേക്കാണ് A+ മണ്ഡലം എന്ന നിലയ്ക്ക് ആറ്റിങ്ങൽ കൂടി എത്തിയത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആറ്റിങ്ങലിലെ വിജയം സുനിശ്ചിതമെന്ന് BJP പറയുന്നില്ല. എന്നാൽ സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. എവിടെയാണ് ഈ വോട്ട് കുറവുണ്ടായത്, വോട്ടിലെ ഷിഫ്റ്റ്, പുതിയ വോട്ടർമാർ, മാറിപ്പോയ വോട്ടർമാർ, ഇതെല്ലാം തന്നെ കണക്ക് കൂട്ടുമ്പോൾ BJPക്ക് അനുകൂലമായ ഒരു സാധ്യത, കേന്ദ്രമന്ത്രിയെ ലഭിക്കുമെന്ന പ്രചരണം, മോഡിയുടെ ഗ്യാരണ്ടി എന്ന ആ ഒരു സാഹചര്യം, ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് BJPയുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ബി ജോയ് ഒരു അല്പമെങ്കിലും ഭൂരിപക്ഷത്തിൽ, ചെറിയൊരു ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിച്ചേക്കും എന്ന കണക്കുകൂട്ടൽ LDFും വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം
ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് അടൂർ പ്രകാശ് അദ്ദേഹം കോൺഗ്രസിലെ പല സിറ്റിംഗ് എംപിമാരും എടുത്തൊരു നിലപാട് പോലെ തന്നെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് അങ്ങനെ മത്സരിക്കുക, അസംബ്ലിയിലേക്ക് വരാനുള്ളൊരു താല്പര്യം, അത് പിന്നീട് AICCയുടെ കർശന നിർദ്ദേശമുണ്ടായതിനെ തുടർന്നാണ് സിറ്റിംഗ് എംപിമാർ എല്ലാം മത്സരിക്കണമെന്ന നിർദ്ദേശമുണ്ടാകുന്നത്. കെ സുധാകരൻ അടക്കമുള്ളവർ ആ നിലയ്ക്ക് മത്സരിക്കാനെത്തുന്നു. അതുകൊണ്ട് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു തണുപ്പൻ മട്ട് ആദ്യ ഒരു സമയത്തുണ്ടായത് അത് മേൽക്കൈ ആക്കാം, അല്ലെങ്കിൽ അത് ഒരു അഡ്വാൻറ്റേജായി തുടക്കത്തിൽ തന്നെ LDFന് കിട്ടുന്നു, അത് മുതലെടുക്കാം, അല്ലെങ്കിൽ ആ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി വിജയിച്ചു കയറാം എന്ന കണക്ക് കൂട്ടൽ. നമ്മൾ അസംബ്ലി സീറ്റുകളുടെ കണക്കെടുത്താൽ ആറ്റിങ്ങലിൽ ഒരു സീറ്റിൽ പോലും UDF പ്രതിനിധിയില്ല. എല്ലാ സീറ്റുകളും ഇടതുപക്ഷത്തെ ആളുകളാണുള്ളത്, ഇടതുപക്ഷത്തെ MLA മാരാണുള്ളത്. തിരുവനന്തപുരം മണ്ഡലം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും പറഞ്ഞതാണ്, കോവളം മണ്ഡലം ഒഴികെ മറ്റിടങ്ങളിലെല്ലാം ഈ തരത്തിൽ ഒരു UDFന്റെ പ്രതിനിധി. അങ്ങനെ പൊതുവിൽ തെക്കോട്ട് അസംബ്ലി സീറ്റുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട്. എന്നാൽ ആ മേൽക്കൈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും അവശേഷിക്കുന്ന ചോദ്യം. ശരി, അതാണ് എനിക്ക് മാവേലിക്കരയുടെ കൂടെ സാഹചര്യം പരിശോധിക്കണം. വിനോദ് ഒന്ന് തുടരുക. പാലക്കാടേക്ക് പോകുമ്പോൾ പാലക്കാട് ഇത്തവണ പ്രത്യേക സാഹചര്യം അവിടെയുണ്ട്. നമുക്ക് പാലക്കാടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മാവേലിക്കര, വിനോദ്, ഈ മാവേലിക്കരയിൽ ഇത്തവണ വലിയ പോരാട്ടമാണെന്ന് കോൺഗ്രസും അംഗീകരിക്കുന്നു. CPM അല്ലെങ്കിൽ CPI ഇടതുമുന്നണി അവിടെ തിരിച്ചു പിടിക്കും എന്ന എല്ലാ സാധ്യതകളുമുള്ള മണ്ഡലമായി മാവേലിക്കരയെ വിലയിരുത്തുന്നു. കൊടിക്കുന്നിൽ സുരേഷ് എന്ന വ്യക്തി 7 തവണ ലോക്സഭയിലെത്തിയ ഇടമാണ് ഈ മാവേലിക്കര. അങ്ങനെ അത്ര അധികം സ്വാധീനം 50 വർഷത്തിലധികമായി ഒരു മണ്ഡലത്തിലുള്ള ഒരു ഇടത്ത് ഇത്തവണ ഒരു മാറ്റമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ആ തിരിച്ചടി കൊടിക്കുന്നിൽ സുരേഷ് അല്ലെങ്കിൽ UDF ക്യാമ്പ് കാണുന്നത്? ഒപ്പം ഇടതുപക്ഷം എന്തൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി പ്രവർത്തിച്ചതായി അവർ വിലയിരുത്തുക? സൈത്ത് പറഞ്ഞത് തന്നെ നമുക്ക് പരിശോധിക്കാം. കാരണം ലോക്സഭയുടെ ഒരു ചരിത്രം പരിശോധിച്ചത് തന്നെ ഇങ്ങനെ വിജയിച്ചു നിന്ന ആളുകൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണുള്ളത്. അതിൽ ഒരാൾ കൊടിക്കുന്നിൽ സുരേഷാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി നിർത്തിയാൽ ഇപ്പോൾ 10ാമത്തതാണ്, ഇതിൻ്റെ ഫലം വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ 9 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിൽ 7 എണ്ണത്തിൽ വിജയിച്ച ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ, ഒന്നിൽ കൂടുതൽ ഓഫീസുകൾ തന്നെ തുറന്ന് ഒരു MPയുടെ ഓഫീസിൻ്റെ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഒരു മേഖലയിൽ നിന്ന് ആളുകൾക്ക് മറ്റൊരു സ്ഥലത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് കൂടി 2 ഓഫീസുകൾ മണ്ഡലത്തിൽ തുറന്ന് MPയുടെ ഓഫീസുകൾ പ്രവർത്തിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ്. ആ നിലയ്ക്കുള്ള ഒരു ചരിത്രമുള്ള നേതാവാണ് അദ്ദേഹം. SC/ST വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി വരുന്നു. അതോടൊപ്പം തന്നെ അരുൺകുമാർ CPIയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് അദ്ദേഹം ആണ്. പൊതുവിൽ SC/ST വിഭാഗത്തിൻ്റെ പിന്തുണ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിക്കും എന്ന ഒരു കരുതലും അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലാണ് ഉള്ളത്. കണ്ടാർ സമുദായത്തിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ വരവ്. ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകൾ തന്നെ SC വിഭാഗത്തിൻ്റെതായി ഉണ്ട്. അതുകൊണ്ട് SC/ST വിഭാഗത്തിൻ്റെ പിന്തുണ കൊടിക്കുന്നിൽ സുരേഷിന് കിട്ടുമെന്ന കണക്കുകൂട്ടൽ NSS നേതൃത്വവുമായി കാലങ്ങളായി വെച്ച് പുലർത്തുന്ന ബന്ധം, പലപ്പോഴും സുകുമാരൻ നായരുമായൊക്കെ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും അദ്ദേഹം പൊതുവിൽ NSSുമായും സുകുമാരൻ നായരുമായും ഒക്കെയും വലിയ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. SNDP വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ, ഇതെല്ലാം തന്നെ ലഭിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുമെന്നും കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലായി ഉണ്ട്. പക്ഷേ അവിടെയാണ് LDF മറ്റൊരു തരത്തിൽ അവർ വിജയിക്കുമെന്ന് കണക്ക് കൂട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കരയാണ്. പ്രത്യേകിച്ച് തെക്ക് ഉള്ള മണ്ഡലങ്ങളിൽ ആറ്റിങ്ങലും മാവേലിക്കരയുമാണ് കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അവിടെ ഒരു യുവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനായി, മറ്റൊന്ന് ആൻറ്റി ഇൻകംബൻസി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിറ്റിംഗ് MPമാരിൽ പലരും അടുത്ത അസംബ്ലി മത്സരം ലക്ഷ്യമിടുന്നുണ്ട്. അവരിൽ പലരും ഈ മത്സരിക്കാൻ തന്നെ താല്പര്യമില്ല എന്ന് ആദ്യം അവരുടെ പ്രസ്താവനയായി പറഞ്ഞതാണ്, പരസ്യ പ്രസ്താവനയായി പറഞ്ഞതാണ്. നേതൃത്വത്തെ അറിയിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയതാണ്. പക്ഷേ അവിടെയാണ് AICCയുടെ കടുംപിടുത്തമുണ്ടായത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ പോലുള്ള നേതൃത്വത്തിലെ ആളുകൾ ഈ സിറ്റിംഗ് MPമാർ മത്സരിക്കണം എന്ന കൃത്യമായ നിലപാടെടുത്തു. പിന്നീടാണ് ഇവരെല്ലാം തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് വരുന്നത്. കൊടിക്കുന്നിലിനെ സംബന്ധിച്ചും അദ്ദേഹം ദീർഘകാലമായി പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്
സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത അസംബ്ലി സീറ്റിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ മത്സരത്തെ രംഗത്തേക്ക് വരുന്നതിന് അദ്ദേഹവും ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇത് പല സ്ഥലങ്ങളിലും LDF അഡ്വാൻറ്റേജ് ആക്കിയിട്ടുണ്ട്, അവർക്കൊരു മേൽക്കൈ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇവർ ആദ്യ തുടക്കത്തിൽ ഒന്ന് മന്ദത കാണിക്കുമ്പോൾ ആ സമയത്ത് LDFിൻ്റെ പ്രചരണം അത് വലിയ തോതിൽ കയറുകയും അവിടെ മാവേലിക്കര പോലുള്ള മണ്ഡലങ്ങളിൽ യുവ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ആൻറ്റി ഇൻകംബൻസി അത് പ്രത്യേകിച്ച് MP-യുടെ കാര്യത്തിലാണ് 7 തവണയായി ജയിച്ചു വരുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് ഇത്രയും കാലം ഒരാൾ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ സ്വാഭാവികമായെങ്കിലും ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് മണ്ഡലത്തിൽ ഒട്ടാകെ പലയിടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പേര് പതിഞ്ഞ ഇടങ്ങളും വികസന പദ്ധതികളുമുണ്ട്. അതൊക്കെയും മേൽക്കൈയാകുമെന്ന് കണക്ക് കൂട്ടുമ്പോഴും ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. MP-യുടെ പ്രവർത്തനം അത്ര കണ്ട് അവസാന കാലങ്ങളിൽ പോരായിരുന്നു, അല്ലെങ്കിൽ ദീർഘകാലമായി മണ്ഡലത്തിൽ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രചരണം ഇതെല്ലാം തന്നെ LDF സ്ഥാനാർത്ഥിക്ക് യുവമുഖം എന്ന നിലയ്ക്ക് ഗുണകരമാകുമെന്ന് LDF കരുതുന്നുണ്ട്. ആ നിലയ്ക്കാണ് അവരുടെ കണക്ക് കൂട്ടൽ. പിന്നീട് അവർ കണക്കാക്കുന്നത് മാവേലിക്കരയിൽ ഒരുപക്ഷെ UDFന് ഒരല്പം വോട്ടിൽ കുറവുണ്ടാകാം. LDF കണക്കാക്കുന്നത് ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ചെങ്ങന്നൂർ പോലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് വോട്ടിൽ കുറവുണ്ടെങ്കിലും വിജയിക്കാം എന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് LDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നത്. അതാണ് മാവേലിക്കരയുടെ രാഷ്ട്രീയം. മാവേലിക്കര എന്തായാലും ഇത്തവണ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ 2 മുന്നണികളും പെടുത്തുന്നു. ഇടതുമുന്നണി തങ്ങളുടെ വിജയ സാധ്യത കരുതുന്നു. കടുത്ത വെല്ലുവിളിയുണ്ടെന്ന് UDFും അംഗീകരിക്കുന്നു.